അങ്ങനെ ഇതാ കുറച്ച് സമയത്ത് റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളിതാ ഒരുങ്ങി പിടിച്ച് അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയായിരുന്നു റൂം. പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്തും കൂടെ പോകാനുള്ളതുകൊണ്ട് വണ്ടി എടുത്ത് തന്നെയാണ് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഷുട്ടു പിന്നെ ഇതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനുള്ള ഭയങ്കര വാശിയിലും കരച്ചിലും ഒക്കെ തന്നെയായിരുന്നു. അവൾക്ക് ഇങ്ങനെ കുറേ സമയം പുറത്തൂടെയൊക്കെ നടക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അതിനിതാ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അമ്പലത്തിലേക്ക് എത്തി. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് എപ്പോഴും ഒരു അമ്പലത്തിലൊക്കെ പോകാമെന്ന് പറയുമ്പോൾ എനിക്കുണ്ടാവുന്നത്. പിന്നെ അകത്തെ തിരക്കും ബഹളമൊക്കെ കഴിയുമ്പോഴേക്കും ഷുട്ടു ഭയങ്കര ക്രാങ്കിയായിരുന്നു. അവൾക്ക് പാല് കുടിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് ഒന്ന് ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ച് വേഗം ഓടി വണ്ടിയിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാ നമ്മൾ പുറത്തൂടെ ചുറ്റുമായിരുന്നു. പിന്നെ ഞാൻ അവൾ ക്രാങ്കി ആയതുകൊണ്ട് തന്നെ വേഗം വണ്ടി പോയി പാലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഷുട്ടു ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി. അപ്പം തന്നെ അതിനെ ഞങ്ങൾ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു കടയിൽ പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു.